പ്രിയങ്ക ഗാന്ധി എംപിക്കെതിരെ UDF നേതാക്കളുടെ പ്രതിഷേധം. നേതാക്കളെ കാണാനെത്തുമെന്ന് അറിയിച്ച MP വൈകി എത്തിയതാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. ഇതോടെ MPയെ കാത്തിരുന്ന UDF നേതാക്കൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. MPയുടെ സുരക്ഷാ ജീവനക്കാർ മോശമായി പെരുമാറിയതായും നേതാക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രിയങ്ക ഗാന്ധി അവിടെയുണ്ട്. വലിയ വിവാദത്തിലായിരിക്കുന്നത് അവിടെ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ വീടുകളിൽ പോകാതെ പ്രിയങ്ക ഗാന്ധി മറ്റു ചില ചടങ്ങുകളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDF നേതാക്കൾക്ക് തന്നെ പ്രവർത്തകർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി MP തങ്ങളെ അവഗണിക്കുകയാണ്. എന്തായിരുന്നു നടന്ന കാര്യങ്ങൾ? സിജു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി MPയെ കാത്തിരുന്ന UDF നേതാക്കൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. MP വൈകിയതിലും സുരക്ഷയുടെ ഭാഗമായി പോലീസിൽ നിന്ന് നേരിട്ട മോശമായ അനുഭവമാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി റെസ്റ്റ് ഹൗസിൽ ഇന്ന് ഉച്ചയോടെ നേതാക്കളെ കാണാനെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് പ്രധാന പരിപാടികൾക്കൊക്കെ പോവുകയും മറ്റ് വിനോദ പരിപാടികൾക്കടക്കം പോവുകയും ഇത്തരത്തിലുള്ള പാർട്ടി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ പോകുന്ന ഇതിന് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ഇതിനെ ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ ഒന്നും കണ്ടെത്താതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2-3 ദിവസമായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇത്രയേറെ സമയം കാത്തുനിന്ന നേതാക്കൾ UDF നേതാക്കൾ പിണങ്ങി പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കാത്തുനിന്നവർ പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയ സംഭവങ്ങൾ എത്തിയത്. 2:15ഓടെയാണ് MP റെസ്റ്റ് ഹൗസിൽ എത്തിയത്. ഇതിനിടെ 15ഓളം നേതാക്കൾ റെസ്റ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിലുണ്ടായിരുന്നു. ശക്തമായ ചൂടിൽ നിന്ന് തണലിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി റെസ്റ്റ് ഹൗസ് നേതാക്കളെ സുരക്ഷാ ചുമതലയുള്ള ഒരു ഓഫീസർ തടഞ്ഞുവെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതോടെയാണ് നേതാക്കൾ ഇറങ്ങിപ്പോയത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ പല പ്രശ്നങ്ങളും നീറിപ്പുകയുന്ന സമയത്താണ് മറ്റ് കാര്യങ്ങൾക്ക് പോയി MP ഇത്രയേറെ വൈകുന്ന സ്ഥിതി ഉണ്ടായത്. അതും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ നേതാക്കൾ തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. സിജു.